നമ്മൾ ഇപ്പോൾ സൺസ്ക്രീൻ നോക്കുമ്പോഴത്തേക്ക് ഒരു പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്ക് വന്നിട്ടുണ്ട്. ന്യൂ ജനറേഷൻ ഫിൽറ്റർ, നോ ഓക്സി ബെൻസോൺ, അതുപോലെ തന്നെ നോ ഒക്ടിനോസൈറ്റ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നാച്ചുറലി വരുന്ന ചിന്ത എന്താണ്? ഓൾഡ് ജനറേഷൻ ഫിൽറ്റേഴ്സ് ഡേഞ്ചർ ആണ്, ന്യൂ ജനറേഷൻ ഫിൽറ്റർ സേഫ് ആണ് എന്നല്ലേ. ഓൾഡ് ജനറേഷൻ ഫിൽറ്റർ ഡേഞ്ചർ ആണെന്നോ ന്യൂ ജനറേഷൻ ഫിൽറ്റർ മാത്രമാണ് സേഫ് എന്നുള്ളതല്ല. ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ പേര് ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തുസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ സയന്റിഫിക് ആയിട്ടുള്ള വീഡിയോസ് ആണ്, ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ഈ ചാനൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കണം. ഈ SPF, PA എന്നൊക്കെ പറയുന്ന സാധനം വെറും നമ്പർ അല്ല. ഇത് നമ്മുടെ സൺസ്ക്രീനകത്തുള്ള ഇൻഗ്രീഡിയൻറ്റ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ സൺസ്ക്രീനകത്ത് UV റേസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിനാണ് നമ്മൾ UV ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് എല്ലാ ഫിൽറ്റേഴ്സും ഒരുപോലെ അല്ല വർക്ക് ചെയ്ത്. ചിലത് UVB റേസിനെ ബ്ലോക്ക് ചെയ്യുമ്പം ചിലത് നമ്മൾ UVAയിൽ നിന്നാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ചിലത് രണ്ട് തരത്തിലും രണ്ട് റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് നമുക്ക് ആവശ്യമായതും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഓൾഡ് ജനറേഷൻ ഫിൽറ്റേഴ്സ് നോക്കാം. ആവോ ബെൻസോൺ, ഓക്സി ബെൻസോൺ, ഒക്ടിനോസൈറ്റ്, ഒക്ടിസിലേറ്റ്, ഹോമോസിലേറ്റ്, ഒക്നോക്രിൽ, അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഫിൽറ്റേഴ്സ് ആയിട്ടുള്ള സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, ഇതിനെയൊക്കെയാണ് നമ്മൾ പൊതുവെ ഓൾഡ് ജനറേഷൻ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ആവോ ബെൻസോൺ എന്ന് പറയുന്നത് ഒരു നല്ല UVA പ്രൊട്ടക്ഷൻ തരുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള നമ്മൾ ഒക്ടിനോസ്ലേറ്റ് എന്ന് പറഞ്ഞില്ലേ, ഈ സാധനം ഒരു UVB പ്രൊട്ടക്ഷൻ തരുന്നതാണ്. ഒക്നോക്രിൽ എന്ന് പറയുന്ന സാധനം ആവോ ബെൻസോൺ സ്റ്റെബിലൈസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ എന്തുകൊണ്ട് പിന്നെ ന്യൂ ജനറേഷൻ ഫിൽറ്റർ ഡെവലപ്പ് ചെയ്തു? അതിനെപ്പറ്റി നോക്കാം. കൂടാതെ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഇന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിൽറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ ന്യൂ ജനറേഷൻ ഫിൽറ്റർ എന്ന് പറയുന്നത് എന്തിനാണ് ഡെവലപ്പ് ചെയ്തത്? ഒരു അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമ്മുടെ സൺസ്ക്രീനിന്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂ ജനറേഷൻ ഫിൽറ്റർ നമ്മൾ സയന്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ കൂടുതലായിട്ടുള്ള UVA പ്രൊട്ടക്ഷൻ. കാരണം പണ്ടുള്ള ഒരു സൺറൈസ് അല്ല ഇപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ UVA പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ വളരെ വലിയ റേഞ്ചിൽ UVA റേസിനെ കവർ ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ ഫോട്ടോ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പണ്ടുള്ള ഒരു തിക്ക് സൺസ്ക്രീൻ അല്ല, ഇപ്പൊ ടെക്സ്ചർ ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള ടെക്സ്ചർ സൺസ്ക്രീന് വരാൻ പുതിയ പുതിയ ഫിൽറ്റേഴ്സ് വേണ്ടി വരും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് സയന്റിസ്റ്റുകൾ ന്യൂ ഫിൽറ്റേഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇനി ന്യൂ ജനറേഷൻ ഫിൽറ്റേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ടീനോസോപ്പ് S, ടീനോസോപ്പ് M, ടീനോസോപ്പ് A2B, യുവിനൽ A, യുവിനൽ T150, മിക്സോറിൽ SX, മിക്സോറിൽ XL, മിക്സോറിൽ 400, ഇസ്കോട്രിൽ സിനോൾ. ഇങ്ങനെ പറയുന്ന കുറച്ച് സാധനങ്ങളാണ് പുതിയ UV ഫിൽറ്റേഴ്സ്. കേൾക്കുമ്പോൾ കെമിസ്ട്രി ക്ലാസ് ഇരിക്കുന്നതാണൊക്കെ വരും. പക്ഷെ ഇത് പറഞ്ഞു തരുന്നത് നമുക്ക് ബേക്കിൽ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് നോക്കിയിട്ട് പെട്ടെന്ന് ഫിൽറ്റേഴ്സ് ഏതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ന്യൂ ജനറേഷൻ ഫിൽറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് നോക്കാം. മെയിൻ ആയിട്ട് നമുക്ക് 5 അഡ്വാൻറ്റേജ് നമുക്കുള്ള ഈ ഒരു ന്യൂ ജനറേഷൻ ഫിൽറ്റേഴ്സിൽ പറയാം. അതിനകത്ത് ഒന്നാണ് ഫോട്ടോ സ്റ്റെബിലിറ്റി. അതായത് സൺലൈറ്റിന്റെ പ്രസൻസിൽ ഇത് പെട്ടെന്ന് ഡീഗ്രേഡ് ആയി പോകത്തില്ല. ആവോ ബെൻസോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ പെട്ടെന്ന് ഡീഗ്രേഡ് ആയി പോകും. പക്ഷെ നമ്മുടെ ന്യൂ ജനറേഷൻ ഫിൽറ്റേഴ്സിന് ആ ഒരു പാർട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ റീഅപ്ലൈ ചെയ്യേണ്ടെന്നല്ല, പക്ഷെ റീഅപ്ലൈ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. രണ്ടാമത്താണ് UVA റേസിൽ നിന്ന് മാക്സിമം പ്രൊട്ടക്ഷൻ എടുക്കാനായിട്ട് പറ്റുന്നത്. അതായത് ഈ UVA റേസ് ആണ് നമുക്ക് പ്രിമച്വർ ഏജിങ്, പിഗ്മെന്റേഷൻ, അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ്, മെലാസ്മ പോലെയുള്ള സിറ്റുവേഷൻസ് നമ്മുടെ സ്കിന്നിൽ തരുന്നത്. കൊളാജൻ ബ്രേക്ക് ഡൗൺ ഇതൊക്കെ തരുന്ന UVA റേസിൽ നിന്നാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ആ റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ന്യൂ ജനറേഷൻ ഫിൽറ്റേഴ്സിന് കഴിയുന്നുണ്ട്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ഫിൽറ്ററിൽ തന്നെ മാക്സിമം വേവ് ലെങ്ത് കവർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒരുപാട് UV ഫിൽറ്റേഴ്സ് ഒരുമിച്ച് സ്റ്റാക്ക് ചെയ്യേണ്ടി വരുന്നില്ല. ഒരു സിമ്പിൾ ഫോർമുലേഷനിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു വേവ് ലെങ്ത് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നാലാമത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കോൺസെൻട്രേഷൻ ഫിൽറ്റേഴ്സ് ഒരുമിച്ച് സ്റ്റാക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് എഫക്റ്റീവ്നെസ് കൂടുതലാണ്. കുറച്ച് കോൺസെൻട്രേഷൻ ഫിൽറ്റർ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടും. അഞ്ചാമത്തേന്ന് വെച്ചാൽ കോസ്മെറ്റിക് എലഗൻസ്, അതായത് ലെസ് ഗ്രീസി ആയിട്ടുള്ളത്. നമ്മൾ പണ്ട് സൺസ്ക്രീൻ എടുക്കുമ്പോൾ ഭയങ്കര ഗ്രീസി ഇല്ല, അതുണ്ടാവില്ല. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈസിലി ബ്ലെൻഡബിൾ ആയിട്ടുള്ള ഒരു ഫോർമുല ആയിരിക്കും നമുക്ക് ഈ ന്യൂ ജനറേഷൻ ഫിൽറ്റർ കൂടെ കിട്ടുന്നത്. സോ കോസ്മെറ്റിക് വൈസ് നോക്കുമ്പോഴും നമുക്കൊരു നല്ല
ഫോർമുലേഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് ന്യൂ ജനറേഷൻ ഫിൽറ്റേഴ്സ്. ഇനി നമുക്ക് ഓക്സി ബെൻസോൺ കോൺട്രവേഴ്സിയെ പറ്റി നോക്കാം. കുറേ നാളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് കറങ്ങുന്ന ഒരു കോൺട്രവേഴ്സിയാണ് ഓക്സി ബെൻസോൺ എന്ന് പറയുന്ന സാധനം ഹോർമോണൽ ഡിപ്ലീഷൻ വരുന്നത്. ഇത് ഓക്സി ബെൻസോണിൽ കഴിക്കുന്നുണ്ട്, ഹോമോക്സിലേറ്റ്, ഓപ്റ്റിനോസൈറ്റ്, ഇതിനകത്തൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സൺസ്ക്രീനിൽ കൊടുക്കുന്ന ആ ഒരു കോൺസെൻട്രേഷനിൽ ഇതൊരിക്കലും ഒരു ഹോർമോണൽ ചേഞ്ചസ് കൊടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് വരുന്നതായിട്ട് സയന്റിഫിക്കലി അധികം പ്രൂവ് ചെയ്തിട്ടുള്ള എവിഡൻസ് ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മുടെ സേഫ്റ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ റെഗുലേറ്ററി കമ്മിറ്റീസ് നോക്കിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോൺട്രവേഴ്സി കാരണം സൺസ്ക്രീൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാതെ അങ്ങനെ പേടിയുള്ള ആൾക്കാർക്ക് ന്യൂ ജനറേഷൻ ഫിൽറ്റർ യൂസ് ചെയ്യാം. UV റേസ് കാരണം നമുക്ക് ഉണ്ടാകുന്ന ഡാമേജ് വളരെ വലുതാണ്. സ്കിൻ ക്യാൻസർ, സ്കിൻ പിഗ്മെന്റേഷൻ, പ്രിമച്വർ ഏജിങ്, മെലാസ്മ പോലുള്ള കണ്ടീഷൻസ് നമ്മുടെ സ്കിന്നിൽ വരാം. അപ്പൊ അത് വരുത്തുന്നതിനേക്കാളും നല്ലതാണ് നിങ്ങൾക്ക് ന്യൂ ജനറേഷൻ ഫിൽറ്റർ ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ പേടിയുള്ള ആൾക്കാർ. അല്ലെങ്കിൽ ഫിസിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻസും ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഈ ഒരു കോൺട്രവേഴ്സി പേടിച്ചിട്ട്, പ്രോപ്പറായിട്ട് സയന്റിഫിക് ബേസ് പോലും ഇല്ലാത്തൊരു കോൺട്രവേഴ്സി പേടിച്ചിട്ട് സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യുന്നത് ശരിയുള്ള കാര്യമല്ല. സോ മൊത്തത്തിൽ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഓൾഡ് ജനറേഷൻ ഫിൽറ്റർ ഡേഞ്ചർ ആണെന്നോ ന്യൂ ജനറേഷൻ ഫിൽറ്റർ മാജിക്കോ എന്നുള്ളതല്ല. ഇത് രണ്ടും നല്ല രീതിയിൽ ഫോർമുലേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് നല്ല UV ഫിൽറ്റർ കിട്ടത്തുള്ളൂ. അങ്ങനെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല സൺസ്ക്രീൻസ് ഇപ്പൊ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ പുതിയ ജെൽ സൺസ്ക്രീൻ, അതുപോലെ തന്നെ ഡോട്ടാൻകിയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ, ഡോട്ടാൻകിയുടെ വാട്ടർമെലോൺ സൺസ്ക്രീൻ, അതുപോലെ തന്നെ നമ്മുടെ വിഷ് കെയറിന്റെ പുതിയ ടിൻറ്റഡ് സൺസ്ക്രീൻ, നമ്മുടെ റിക്വലിന്റെ മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ, ഇതെല്ലാം നമ്മുടെ പുതിയ UV ഫിൽറ്റേഴ്സ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ്. അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് ട്രൈ നോക്കാം. ഒരു സൺസ്ക്രീൻ ഫിൽറ്ററിനെ പേടിച്ചിട്ട് സൺസ്ക്രീൻ മൊത്തത്തിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ സൺസ്ക്രീൻ ഉപയോഗിക്കുക, നിങ്ങളുടെ പ്രിമച്വർ ഏജിങ്, അതുപോലെ പിഗ്മെന്റേഷൻ പോലെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാം. നിങ്ങൾ ഏത് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് കമന്റ് ബോക്സിൽ പറയാം. ഇതുപോലെ എന്തെങ്കിലും കോൺട്രവേഴ്സീസിനെ പറ്റി പറയണമെന്നോ എന്തെങ്കിലും സ്കിൻ കെയർ ആയിട്ട് സയന്റിഫിക് ബേസ്ഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണം. അത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ സൺഡേസിലും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.